നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കീം 2026 കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കേരള എൻട്രൻസ് കമ്മീഷനുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ജനുവരി 31 വരെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ വിവിധ പ്രോഗ്രാമുകൾക്ക് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബിഫാം, BR എന്നീ പ്രോഗ്രാമുകൾക്ക് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ട്യൂഷൻ ഫീസ് ഒഴിവാക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി ഓർ OEC വിഭാഗം. കേരളത്തിൽ BH ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിലും ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിലെയും ചില വിഭാഗങ്ങളെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വാർഷിക വരുമാനം 6 ലക്ഷത്തിൽ താഴെയാവുകയും ഈ OEC വിഭാഗത്തിൽപ്പെട്ട ജാതിയിലുള്ള വിദ്യാർത്ഥികളാണ് എങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും. ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റും വില്ലേജ് ഓഫീസറിൽ നിന്ന് ലഭിക്കുന്ന 6 ലക്ഷത്തിൽ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റുമാണ് ഇതിനായിട്ട് വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്യേണ്ടത്. കീം 2026 പ്രോസ്പെക്ടസിൽ അതർ എലിജിബിൾ കമ്മ്യൂണിറ്റിയുടെ പട്ടികയിൽ 30 ജാതി വിഭാഗങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ജാതി വിഭാഗത്തിലുള്ളവരാണ് എങ്കിൽ അവരുടെ വരുമാനം 6 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ കുട്ടിയുടെ ആപ്ലിക്കേഷൻ OEC വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുകയും പ്രവേശനം ലഭിക്കുന്ന പക്ഷം ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. എന്നാൽ OEC വിഭാഗത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി OEC എന്ന സർട്ടിഫിക്കറ്റോ പ്രത്യേകിച്ച് മറ്റ് സർട്ടിഫിക്കറ്റുകളോ ഹാജരാക്കേണ്ടതില്ല. നോൺ ക്രിമിലെയറും വരുമാന സർട്ടിഫിക്കറ്റും മാത്രം ഹാജരാക്കിയാൽ മതി. ബന്ധപ്പെട്ട വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും 6 ലക്ഷത്തിൽ കൂടുതലാണ് വരുമാനമെങ്കിൽ OBC നോൺ ക്രിമിലെയറിൻ്റെ സീറ്റ് റിസർവേഷൻ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അവർ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ മൈനോറിറ്റി കോട്ടയിലോ NRI കോട്ടയിലോ ആണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവർ മുഴുവൻ ട്യൂഷൻ ഫീസും അടയ്ക്കേണ്ടതായും വരും. ഗവൺമെൻറ്റിൻ്റെയും സ്വകാര്യ മേഖലയുടെയും മെറിറ്റ് സീറ്റുകൾക്കാണ് ട്യൂഷൻ ഫീസിൽ നിന്ന് OEC വിഭാഗത്തിനെ ഒഴിവാക്കിയിരിക്കുന്നത്. നീറ്റിൻ്റെയും JEEയുടെയും ഒക്കെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സംവരണ ആനുകൂല്യം ലഭ്യമാവുകയില്ല. ഇത് കീം 2026 കേരളത്തിലെ കോളേജുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സംവരണ ആനുകൂല്യമാണ് OEC വിഭാഗം. കീം 2026 പ്രോസ്പെക്ടസ് ശ്രദ്ധയോടെ പരിശോധിച്ച് അതിൽ ഉൾപ്പെടുന്ന വിഭാഗമാണെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റും 6 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.